SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള നഗരസഭ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തരുന്ന വിഹിതം ആദ്യഘട്ടത്തിൽ 2023-24 കേരളത്തിലെ 24 നഗരസഭകൾക്ക് ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അന്ന് ലഭ്യമായില്ല. അന്ന് ലഭ്യമാവാതിരിക്കാനുള്ള കാരണം പരിശോധിച്ചപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് നിലവിലുണ്ടായിരുന്ന 650 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകളുടെ നികുതി ഒഴിവാക്കുന്ന ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമായി അത് ഒഴിവാക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് 2016 മുതൽ 21 വരെയുള്ള ഒന്നാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് 650 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള എല്ലാ വീടുകളുടെയും നികുതി ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും വേണ്ടിവന്നാൽ രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെതിരെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. കണക്കുകൾ കൊടുക്കാൻ വൈകിയത് മൂലമാണ് കേന്ദ്രവിഹിതം നഷ്ടമാകുന്നത് എന്ന തരത്തിൽ തെറ്റായ പ്രചാരവേല നടത്തുന്നുണ്ടെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇത് തടഞ്ഞു വെച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇടപെടാം, സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്നതാണ് കഴിഞ്ഞ ദിവസം കുമളിയിൽ വെച്ച് നടന്ന ചെയർമാന്മാരുടെ കോൺക്ലേവ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം രീതിയിലുള്ള നിലപാടുകൾക്കെതിരെ അതിശക്തമായ രീതിയിൽ രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള നിലപാടുകൾ വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതി സ്വീകരിക്കും എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. PCB ന്യൂസ്, വടക്കാഞ്ചേരി.